ഇതിപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞൊരു കഥയാണ് സംഭവം. നുണക്കഥ. അമ്മ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ദൂരെ ഇരുട്ട് കാണിച്ചിട്ട് പറയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൊണ്ടുപോകും, ആൺകുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇരുട്ടിൽ നോക്കുമ്പോൾ ഒന്നും കാണില്ല, പക്ഷെ നമുക്കൊരു പേടിയാണ്. കൊറോണയുടെ സമയത്തായിരുന്നു ഇതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ ഒരു ജോണറിലേക്ക് പോകാം എന്നുള്ളൊരു പ്ലാൻ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിരിക്കണം, ഹൊറർ അല്ല പക്ഷേ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മുത്തശ്ശിക്ക അതോ ആ ഒരു സംഭവം എനിക്ക് നന്നായിട്ട് വർക്കായി. ചുമ്മാ നമ്മളൊരു ഹൊറർ മോഡിൽ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ക്യാരക്ടർ ഇതിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഈ 60s ഇൻഡോ ചൈന വാറിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറേ ഞാൻ അന്ന് കുറേ ആർട്ടിക്കിളും പണ്ടത്തെ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓക്കെ ഇത് നമുക്ക് ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യാം, 60s സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിലോട്ട് വന്നു. പിന്നെ 3 ക്യാരക്ടേഴ്സ്, അച്ഛൻ, അമ്മ. അപ്പോൾ അമ്മയും മകനുമായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലോട്ട് അച്ഛൻ കയറി വരികയാണ്, ഇവരുടെ വേൾഡിലോട്ട് അച്ഛൻ കയറി വരികയാണ്. ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണ്, സ്ഥിരം യൂട്യൂബിൽ വരുന്ന സാധനമല്ല. അതുകൊണ്ട് തന്നെ എഡിറ്റ് ടൈമിന് അവൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്ത് വേണോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഭയങ്കര അപ്സൈഡ് ആയിട്ടുള്ള കട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ പരീക്ഷണങ്ങൾ കൈലാഷ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്, അപ്സൈഡ് കട്ട്സും കാര്യങ്ങളും ചില തരികിട പരിപാടികളും. അതെ, കുറച്ച് സാധനങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് വർക്കാവാറുണ്ട്. ചേട്ടൻ എന്തോ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ വർക്ക് വഴി, അത് ഒരുപാട് പേര് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു ആ ഒരു? ഈ പടത്തിൽ തന്നെ ഒരു ഡയലോഗുണ്ട്, യുദ്ധം മനുഷ്യനെ മാറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു PTSD ആണ് അവൻ പറഞ്ഞു വെക്കുന്ന വിഷയം. കുട്ടിയായാലും യുദ്ധത്തിന് പോയിട്ട് വന്ന അച്ഛനായാലും ഇവൻ ആ കഥകളിൽ നിന്ന് അഫക്റ്റഡ് ആണ്, അതേപോലെ തന്നെ അയാൾ യുദ്ധത്തിൽ നിന്ന് അഫക്റ്റഡ് ആണ്. അപ്പോൾ ഈ ലേയേഴ്സ് അവൻ കോർത്തിണക്കിയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വെബ് സീരീസ് ഉണ്ട്, തോലുമാടൻ. അപ്പോൾ അതിൻ്റെ ഫുൾ ടീം എന്നോടൊപ്പം ഉണ്ട്. ഡയറക്ടർ, 3 ആർട്ടിസ്റ്റുകൾ, അതിൻ്റെ നമ്മുടെ സ്വന്തം എഡിറ്ററും എല്ലാവരും ഉണ്ട്. അപ്പോൾ വഴിയെ എല്ലാവരുടെയും പേരുകൾ ഞാനിങ്ങനെ പരിചയപ്പെടുത്താം. ഇത്രയും പേരുള്ളത് കൊണ്ട് ഞാൻ ഒറ്റയടിക്ക് പറയുന്നില്ല. അപ്പം എന്തായാലും എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ഡയറക്ടർ റിച്ചു ചേട്ടൻ ഇവിടെ ഉണ്ട്. റിച്ചു ചേട്ടാ, എങ്ങനെയുണ്ട് തോലുമാടൻ റെസ്പോൺസുകളൊക്കെ? റെസ്പോൺസ് അടിപൊളിയാണ്, നല്ല പോസിറ്റീവ് റെസ്പോൺസസ് വരുന്നത്. ഹാപ്പിയാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റും പരിപാടിയൊക്കെ വേറൊരു കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആണല്ലോ, ഒരു ഫോക്ലോർ ഹൊറർ. അതിൽ കുറേ ലേയേഴ്സ് ഒക്കെ വരുന്നൊരു പരിപാടി ആയതുകൊണ്ട് ഇത്രയും ഇത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ബട്ട് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡാണ്. കുറേ നല്ല റെസ്പോൺസസ് വരുന്നത്. കാരണം ഒരു മേക്കർ എന്ന രീതിയിൽ ഇങ്ങനത്തെ കോണ്ടന്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ഒരു ടെൻഷൻ വരും. കാരണം ആളുകൾ അക്സെപ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു എന്തോ കപ്പ് ഓഫ് ടീ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ടെൻഷൻ വന്നു കഴിയുമ്പോൾ, പക്ഷേ ഞാൻ നോക്കുമ്പോഴാണെങ്കിലും ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും റിവ്യൂവേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല റെസ്പോൺസുകൾ തന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് മെസ്സേജുകളൊക്കെ വരാറുണ്ടാവും. പിന്നെ ഒരുപാട് മെസ്സേജസ് ഇന്നും രാവിലെ കൂടി വന്നുള്ളൂ. കുറെ അത് നമുക്ക് അറിയാത്ത ആൾക്കാരൊക്കെയാണ്, മീൻസ് നമ്മുടെ സർക്കിളും വിട്ട് ഒരുപാട് ഓഡിയൻസിലോട്ട് അത് എത്തി അപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം നമുക്ക് അറിയാത്ത ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നു, അതിനെക്കുറിച്ച് ഒരുപാട് ഫീഡ്ബാക്കുകളൊക്കെ തരുമ്പോൾ ഷെയർ ചെയ്യുന്നു. അപ്പോഴൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് ആണ് ശരിക്കും. കാരണം ഇത് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ ഒരു ഗഡ്സിൽ നമ്മൾ ചെയ്തതാണ്. കാരണം നമുക്ക് എന്തായാലും ആ കഥ മനസ്സിലുണ്ട്, സോ അത് പറയാതെ പറ്റത്തില്ലല്ലോ. എന്തായാലും അത് പറഞ്ഞു നോക്കാം, ബാക്കി നമ്മൾ വരുന്നിടത്ത് കാണാം. നമ്മൾ ഈ വെബ് സീരീസ് ഇറങ്ങിയപ്പോൾ മുതൽ എനിക്കൊന്ന് എല്ലാവരും സംസാരിക്കുന്ന ഒരു പേരാണ് അപ്പു, അല്ലേ? അപ്പു എല്ലാവർക്കും പറയാൻ ഒറ്റ പേരേ ഉള്ളൂ, അപ്പു എന്നുള്ളത്. നമ്മുടെ ആള് വിട്ടിട്ടുണ്ട്, ആര്യൻ. എന്തുകൊണ്ട് വിശേഷം? ആര്യൻ കുറച്ച് വലുതായി കേട്ടോ. കാരണം കുറച്ച് എത്ര നാളായി ചേട്ടാ നമ്മുടെ വർക്ക്? 2 വർഷമായി. 2 വർഷമായി നമ്മുടെ ഷോർട്ട് ഫിലിം എല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട്. അപ്പൊ കുഞ്ഞാരും കുറച്ച് വലുതായിട്ടുണ്ട്. ഇപ്പൊ എത്രല്ലാം പഠിക്കുന്നേ? 4th. അപ്പൊ അന്ന് 2nd സ്റ്റാൻഡേർഡിലായിരുന്നു അല്ലേ? ഫസ്റ്റ് വർക്കായിരുന്നു അത്? എങ്ങനെ ഉണ്ടായിരുന്നു ഇവർക്കൊപ്പം വർക്ക് ചെയ്തിട്ട്? നന്നായിട്ടുണ്ടായിരുന്നോ? എവിടുന്ന് കിട്ടി നമ്മുടെ അപ്പൂനെ കിട്ടിയത്? നമ്മുടെ അരുണിന്റെ ചേച്ചിയുടെ കൊച്ചാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറെ വേറെ ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരാളുള്ളപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ, എസ്പെഷ്യലി ഐസൊക്കെ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. സോ നമുക്ക് അപ്പൂനെ ആയിട്ട് ആര്യനെ തന്നെ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഷൂട്ടിനൊരു 1 വീക്ക് ബിഫോറാണ് നമ്മൾ ഫിക്സ് ചെയ്ത്. പിന്നെ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ അർച്ചന ചേച്ചി അമ്മ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഓരോ ഡയലോഗ്സ് പറയണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾ വന്നു, പെട്ടെന്ന് സെറ്റായി. പുള്ളി തന്നെ ഫൈനൽ ഫ്രെയിമും പൊസിഷനും കാര്യങ്ങളെല്ലാം, ഫ്രെയിം നോക്കലും കാര്യങ്ങളെല്ലാം പഠിച്ചല്ലേ? ഫിലിം മേക്കിങ്ങിന്റെ കുറെയൊക്കെ പഠിച്ചു പുള്ളിക്കാരൻ. അതെ, എല്ലാവരും എനിക്കൊന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പൊ സാധാരണ കുട്ടികളൊക്കെ അഭിനയിക്കുവാണെങ്കിലും
ഒരു കണ്ണിലൊരു കൗതുകം ഒളിപ്പിക്കാന്ന് പറയുമല്ലോ, ആ ഒരു സംഭവം നമുക്ക് അപ്പൂന്റെ ആ ഒരു കണ്ണില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇപ്പൊ നമ്മൾ ആദ്യം ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് ഓവറാണോ, അതോ നമുക്ക് വേണ്ട എക്സ്പ്രഷൻ തന്നെയാണോ അപ്പൂന്റെ കയ്യിൽ നിന്ന് വരുന്നതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു സെക്കൻഡ് എപ്പിസോഡ് തൊട്ട് കറക്റ്റ് നമുക്ക് വേണ്ട എന്താണോ അപ്പൊ നമുക്ക് ബാക്ക് ടു നോക്കുമ്പോൾ കറക്റ്റ് ആണ്, നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഡയലോഗ് ഒക്കെ പഠിക്കാൻ ഭയങ്കര പാടായിരുന്നോ? ചെറുതായിട്ട് പാടായിരുന്നു. പിന്നെ എങ്ങനെ പഠിച്ചെടുത്തു? അമ്മ പഠിപ്പിച്ചോ? റിച്ചണ്ണൊക്കെ എന്ത് പറഞ്ഞു തന്നു അഭിനയിക്കാൻ നേരത്ത്? എക്സ്പ്രഷൻസ്, പിന്നെ പെട്ടെന്ന് ചില ഡയലോഗ്സ് ഒക്കെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തു. ആണോ? ഏറ്റവും പാടെന്തായിരുന്നു? ഡയലോഗ് പഠിക്കാനായിരുന്നോ അതോ അഭിനയിക്കാനായിരുന്നോ? എന്തായിരുന്നു പാട്? അങ്ങനെ ചോദിച്ചാ മാമനുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലല്ലേ? അത് ഞാനും ആലോചിച്ചു, ഈ ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോഴത്തേനും സ്ട്രേഞ്ചേഴ്സിന് അടുത്ത് നിൽക്കുമ്പം അവർക്കൊന്നും കംഫർട്ടബിൾ ആവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇത് പിന്നെ എനിക്ക് കുഴപ്പമില്ലായിരിക്കും. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് മാമനായിരുന്നുള്ള. മാമനോട് ചോദിക്കട്ടെ, നമ്മുടെ അരുൺ ചേട്ടനുണ്ട്. അരുൺ ചേട്ടാ പറയൂ. ഈ ഒരു അരുൺ ചേട്ടന്റെ എല്ലാ വർക്കുകളും എടുക്കുമ്പോഴും വളരെ ഗംഭീരമാണ്. എനിക്ക് റിച്ചി ചേട്ടന്റെ ഒരു വർക്കിലൊക്കെ നമുക്ക് അരുൺ ചേട്ടനെ കാണാൻ സാധിക്കും അല്ലേ? റിച്ചി ചേട്ടന്റെ മറ്റേ എന്താ ആലയിൽ എന്താ എടുത്ത ഇതെന്ന് പറയല്ലേ, ആയുധം പോലാണ് നമ്മുടെ അരുൺ ചേട്ടൻ. അരുൺ ചേട്ടാ ഈ ഒരു വർക്ക് വന്നപ്പോഴത്തേക്കും ഒരു ബ്രേക്ക് തന്നെ ആയിരിക്കും അല്ലേ? എല്ലാ വർക്കുകളും അങ്ങനെ തന്നെയാണ്, എന്നാൽ പോലും ഇതൊരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്ന സമയം മുതൽ, കാരണം കൊറോണയുടെ സമയത്തായിരുന്നു നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഈ ഒരു ടൈപ്പ് ഓഫ് ജോണർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതായിരുന്നു നമ്മൾ മെയിനായിട്ട് നോക്കാൻ ഈ ഒരു ജോണറിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഒരു ഡിഫറെൻ്റ് ആയിരിക്കണം, പ്ലസ് നമുക്കൊരു യുണീക്ക്നെസ് നമ്മുടെ ഒരു, അപ്പോൾ ഒരു ആദ്യം ഒരു എന്താ പറയുക മുത്തശ്ശി കഥ ടൈപ്പ് ഓഫ് സാധനമാണ് റിച്ചി എന്നെ വിളിച്ച് പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിലൊരു ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുക ഹൊറർ അല്ല, പക്ഷേ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മുത്തശ്ശിക്കഥ, അതോ ആ ഒരു സംഭവം എനിക്ക് നന്നായിട്ട് വർക്കായി. അപ്പം നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം എന്നുള്ള കൊറോണയുടെ സമയത്ത്, അതിൻ്റെ കുറച്ച് മുമ്പാണ് റിച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് എടുത്ത സംഭവമാണ്. മൊത്തം ഫാമിലി എന്താ പറയാ, 5 ദിവസം കഴിഞ്ഞ് നേരെ സെറ്റിലോട്ടാണ് പോയത്. ഹണിമൂൺ ഒന്നുമില്ല, ഹണിമൂൺ വന്നിട്ട് തോലുമാടിന്റെ സെറ്റിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അത് സത്യമാണ്. കാരണം ഇത്ര വേഗം നമ്മൾ മീൻസ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, കാരണം കൊറോണ ടൈം പ്ലസ് കല്യാണം എല്ലാം കൊണ്ടും. പക്ഷെ എത്രയും ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു നൈസ് കാര്യമായിരുന്നു. ഓക്കെ, നമ്മുടെ അപ്പൂന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ട്, ഷിയോണ ചേച്ചി. ഷിയോണ എങ്ങനെ ഉണ്ടായിരുന്നു? പാലാക്കാരിയാണ് കേട്ടോ, ഞാൻ ചോദിക്കട്ടെ. പാലാക്കാരി വന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേനും ഡയലോഗ്സ് എല്ലാം വളരെ പക്ക. എനിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സംസാരിക്കുമ്പോൾ പത്തനംതിട്ടയാണ്, അവിടുന്ന് ഈ സ്ലാങ് ഒക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കിന് പല കാര്യങ്ങളും നമ്മുടെ അവിടുത്തെ നാട്ടിൻപുറത്തെ സംസാരമൊക്കെ കയറി വരും. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേനും ഈ ഡയലോഗ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമല്ലോ. ഇല്ല, എനിക്ക് നേരത്തെ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു റിച്ചി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സ്ക്രിപ്റ്റ് പോലെ തന്നെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു 2 ദിവസം ഗ്യാപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കി അങ്ങ് ചെന്നു. പിന്നെ ഒരുപാട് ഡയലോഗ് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് എളുപ്പമായിരുന്നു. ഈ കാസ്റ്റിംഗിലേക്ക് വരുമ്പോഴേ, അതായത് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ ഇവരൊക്കെ തന്നെ ആവണം? നമുക്ക് ഷിയോടെ കാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് കുറെ പേര് നമ്മൾ നോക്കിയിരുന്നു, സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കും. എല്ലാവർക്കും ഈ പറഞ്ഞ ഇതിന്റെ ഒരു മൂഡും ഇതെന്താണ് സംഭവം എന്നുള്ളത് കിട്ടാത്തതുകൊണ്ട് കുറെ പേര് ഈ പറഞ്ഞ പോലെ അത് റിജക്റ്റ് ചെയ്യല്ല, മീൻസ് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. കുറേ ആർട്ടിസ്റ്റുകൾ നോക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂട്ടിന് ഒരു 3 ദിവസം മുന്നേക്കാണ് ഷിയോണടുത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതും ഫിക്സ് ചെയ്യുന്നതല്ല. അപ്പോൾ ഷിയോണ ഒരു ചെറിയൊരു സീൻ എന്തോ ചെയ്ത് അയച്ചെന്ന് തോന്നുന്നുണ്ട് വീഡിയോ. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നി, അപ്പം അങ്ങനെ ചെയ്തതാണ്. പിന്നെ അരുണിൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഒരു പട്ടാളക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫിസിക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കും. പക്ഷേ ഇതിൻ്റെ പോയിന്റ് അതല്ല, കാരണം ഫോട്ടോയിൽ കണ്ട ആളെല്ലാം നേരിട്ട് വരുന്നത്. സോ അത് അരുണും ഓക്കെ ആയിരുന്നു. പിന്നെ ആര്യം ഞാൻ പറഞ്ഞില്ല, നമ്മൾ കണ്ടപ്പോൾ സെറ്റായി, ഓക്കെ ആയി, ഡബിൾ ഓക്കെ ആയി. അപ്പം അങ്ങനെയാണ് കാസ്റ്റിങ്ങിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കഥകളും, ഇപ്പോൾ അരുണ് കൂടെയുള്ള ആളാണ്, അപ്പോൾ ക്യാരക്ടർ മാച്ചാണെങ്കിൽ അരുണ് വെച്ച് ചെയ്യുക, ആ ഒരു ഇതാണ് നമുക്ക് കൂടെയുള്ള ഒരാൾ ഇൻ ഹൗസ്
ടാലൻ്റ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ടും ഞാൻ എപ്പോഴും അവൈലബിൾ. അങ്ങനെ ആ ഒരു ഇതാണ്. നമ്മുടെ വർക്കിന്റെ എഡിറ്റർ നമ്മുടെ കൈലാഷ് ചേട്ടനാണ്. കൈലാഷ് ചേട്ടാ, നമ്മുടെ റിച്ച് ചേട്ടനൊപ്പം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അയ്യോ വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ്. ഇവരെല്ലാം ഒരു ടീമാണ്, അതെ, in-house. ഒരു ടീം, ഇൻഹൗസ് ടീം. അപ്പോൾ എന്തായാലും ആ ഒരു വർക്കിന്റെ കംഫർട്ടബിളിനെ പറ്റി പ്രത്യേകിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല, വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ അതിന് പറയുന്നത്, ഒരു നോർമൽ ഒരു സംഭവം അല്ലല്ലോ, കുറച്ച് ക്രിഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറൊരു മൂഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് പരിപാടീസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും നമുക്കിതിൻ്റെ ഒരു ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഷോർട്ട് ബൈ ഷോർട്ട് അല്ലെങ്കിൽ സീൻ ബൈ സീൻ എന്നൊക്കെ വരുമ്പോഴത്തേന് ആ ലെങ്തൊക്കെ എവിടെയെങ്കിലും ഒന്ന് മാറിപ്പോയാൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അതിനെ ബാധിക്കുമല്ലോ. കാരണം ചിലപ്പോൾ അത് കൺവേ ആവില്ല, ആ സീൻ കറക്റ്റായിട്ട് കൺവേ ആണെങ്കിൽ ആ കറക്റ്റ് ലെങ്തിനനുസരിച്ച് കട്ടാവണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഡിസ്കഷനിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഇതിൻ്റെ ലൈന് കിട്ടുമ്പോൾ തന്നെ അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുന്ന ടൈമിന് തന്നെ എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് എല്ലാം ഒരു 10 മിനിറ്റ്, അറൗണ്ട് 10 മിനിറ്റ്സ് തന്നെ വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയില്ല. പണി എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സ്ഥിരം വരുന്നതിനെക്കാട്ടിയും കൂടുതൽ ഫുട്ടേജ് ഇതിനുണ്ടായിരുന്നു. കാരണം ഇത് ഇപ്പോൾ ഇവൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സേഫ്റ്റി മെഷേഴ്സ് എടുത്താണ് അവൻ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണ് പടത്തിന്. സ്ഥിരം യൂട്യൂബിൽ വരുന്ന സാധനമല്ല. അപ്പോൾ ഒന്ന് സ്ഥിരം എന്ന് വെച്ചാൽ നമ്മുടെ വൈറൽ ഒരു സംഭവമല്ല ഈ ഒരു റൊമാൻസും പരിപാടിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി നമ്മൾ തുടക്കം മുതലേ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഡിറ്റ് ടൈമിന് അവൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്ത് വേണോ ചെയ്ത് കൊടുക്കുക. അവൻ വലിയ പെട്ടെന്നൊന്നും നോ പറയൂല, അത് വേണ്ട എന്ന് പറയൂല. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഭയങ്കര അപ്സൈഡായിട്ടുള്ള കട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അവന് ഓക്കെയാണത്. അല്ല, അത് ശ്രദ്ധിക്കാത്തത് എനിക്ക് സന്തോഷം, ആൾക്കാർ ശ്രദ്ധിക്കാത്തതിൽ. കുറെ പരീക്ഷണങ്ങൾ കൈലാഷ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്സൈഡ് കട്ട്സും കാര്യങ്ങളും, കുറെ മാച്ച് കട്ട്സും, പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ ഇടയിൽ ഒരു ചില തരികിട പരിപാടികളും, അതെ, കുറച്ച് സാധനങ്ങൾ ചെയ്യുമ്പോൾ എനിക്കത് വർക്കാവാറുണ്ട്. ഒരു ആ ഒരു റാപ്പോ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡും തേർഡ് എപ്പിസോഡും ഒരു 5 വർഷത്തോളം നമ്മളിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടാണ് ഫിക്സ് ചെയ്തത്. അതിനിപ്പോൾ ഒരു റെസ്പോൺസ് കിട്ടുന്നതിൽ, അത് വിചാരിച്ചതിന് കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നതിലും ഇവൻ ഉദ്ദേശിച്ച ഒരു സബ് ടെക്സ്റ്റിൽ ഒരു പരിപാടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ സാധനം പലരും അത് നോട്ട് ചെയ്ത് പറയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഈ നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിംസ് എല്ലാം കാണുമ്പോൾ അതിലങ്ങനെ ഒരുപാട് ലേയേഴ്സോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ജസ്റ്റ് ക്രിഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് അങ്ങനെയൊക്കെ പറഞ്ഞു പോവും. ഓഫ് കോഴ്സ് സീരിയസ് സബ്ജക്റ്റുകളാണെങ്കിൽ പോലും ഇത്ര വലിയ ലേയേഴ്സ്, ക്യാരക്ടേഴ്സിന് ലേയേഴ്സ് വരാറില്ല, കഥയ്ക്ക് ലേയേഴ്സ് വരാറില്ല. പക്ഷെ ഇതിലേക്ക് നോക്കുമ്പോഴത്തേന് ക്യാരക്ടർ ബിൽഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ, എല്ലാവർക്കും ഓരോ എപ്പിസോഡിലും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലേയേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോ. എനിക്കൊന്ന് അവിടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് അപ്പു ആയിരിക്കും. പക്ഷെ അപ്പോൾ അപ്പുവിന്റെ പെർസ്പെക്റ്റീവിൽ അതെല്ലാം വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പ്രേക്ഷകർക്കും അതായത് ഓരോരുത്തർ കാണുന്ന രീതികൾ ഭയങ്കര വ്യത്യാസമാണല്ലോ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ബിൽഡിങ്, അതിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ക്യാരക്ടർ ബിൽഡിങ് ഇപ്പോൾ ഇത് നമ്മളൊരു ഈ ഹൊറർ, ഇതിപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞൊരു കഥയാണ് സംഭവം. നുണക്കഥ. അമ്മ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴൊക്കെ കുറേ കഥകൾ പറയും. അപ്പോൾ അതിൽ എനിക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഈ ഒരു ആനിമേഷൻ പടമായിട്ട് ഈ പറഞ്ഞ അമ്മ പറഞ്ഞ കുറേ കഥകളൊക്കെ ചെയ്യാനാണ്. പണ്ടോട്ടുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോഴാണ് കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ഇറക്കുന്നത്, ആനിമേഷൻ തന്നെ കുറേ ഫോക്ലോറിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതപ്പോൾ ഓക്കെ, അതിറങ്ങി, നമുക്കിപ്പോൾ ലൈവ് ആക്ഷൻ തന്നെ ചെയ്യാം. അപ്പോൾ പറഞ്ഞ കഥകളിൽ ഒരു സാധനം ഇത് തോലുമാടൻ്റെ അല്ല, ഇത് വേറൊരു കഥയാണ് അമ്മ പറഞ്ഞത്. ദൂരെ ഇരുട്ട് കാണിച്ചിട്ട് പറയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൊണ്ടുപോകും, ആൺകുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇരുട്ടിൽ നോക്കുമ്പോൾ ഒന്നും കാണില്ല, പക്ഷെ നമുക്കൊരു പേടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അമ്മ കുറേ നുണക്കഥകളും പേടിക്കഥകളൊക്കെ ചുമ്മാ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് അമ്മ എന്നെ പറയും, ഇതൊന്നും കാര്യമാക്കേണ്ട, മനസ്സിൽ വയ്ക്കേണ്ട ചെറിയ കാര്യങ്ങളാണ്, പേടിക്കേണ്ട, നുണക്കഥയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ചുമ്മാ നമ്മളൊരു ഹൊറർ മൂഡിൽ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ക്യാരക്ടർ ഇതിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഈ 60s ഇൻഡോ ചൈന വാറിനെ കുറിച്ച് അധികം ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറേ ഞാൻ അന്ന് കുറേ ആർട്ടിക്കിളും പണ്ടത്തെ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓക്കെ, ഇത് നമുക്ക് ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യാം, 60s സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിലോട്ട് വന്നു. പിന്നെ 3 ക്യാരക്ടേഴ്സ്, അച്ഛൻ, അമ്മ. അപ്പോൾ അമ്മയും മകനുമായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് അച്ഛൻ കയറി വരികയാണ്, ഇവരുടെ വേൾഡിലോട്ട് അച്ഛൻ കയറി വരികയാണ്.
അപ്പോൾ ഈ 3 പേരുടെ പേഴ്സ്പെക്റ്റീവും ഷിഫ്റ്റ് ആവണമെന്നുണ്ടായിരുന്നു. ഓരോ പോയിന്റിൽ ആൾക്കാർ അതേപോലെ ഷിഫ്റ്റ് ആവണം. ഒന്ന് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഫസ്റ്റ് എപ്പിസോഡ് കുറേയൊക്കെ പോവാം, കാരണം നമ്മുടെ സോളിറ്റ്യൂഡ്, നമ്മുടെ ലോൺനെസ്, കാര്യങ്ങൾ, കാത്തിരിപ്പ്. അപ്പോൾ അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂലും. സെക്കൻഡ് മൊത്തം നമ്മുടെ അപ്പുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂല്, അപ്പു അച്ഛനെ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂല്. തേർഡിൽ നമ്മൾ ഒരേ ഒരു സീന് മാത്രമേ അച്ഛന് വെച്ചിട്ടുള്ളൂ. അച്ഛൻ്റെ ആ ഒരു ട്രോമ എന്താണെന്ന് കാണിക്കുന്ന, അമ്മയുടെ തോളിൽ ചാരിയിരുന്ന് കരയുന്നത്. അവിടെ ഒരു ഷിഫ്റ്റ് വരും. കാരണം അയ്യോ ഇയാൾ പാവമാണോ എന്ന് തോന്നിപ്പോണം, കാരണം ഇയാൾക്കൊരു ട്രോമയാണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവണം. അതിനുശേഷവും ഇവർക്ക് എന്തായാലും അച്ഛന് മകൻ അച്ഛനെയും നോർമലി കാണാൻ പറ്റില്ല എന്നുള്ളൊരു മെറ്റഫോറിലാണ് ആ ഡോള് പൊട്ടി കിടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്കിതിങ്ങനെ ഒരു ട്രാവലിൽ ബിൽഡായി വരും. അങ്ങനെ ബിൽഡാകുമ്പോഴാണ് കഥയും സ്ട്രോങ് ആവുന്നത്. ഓക്കെ, ആ കഥയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്കും ഒരു ആസ് എ റൈറ്റർ നമുക്കും മനസ്സിലാവുന്നത് അപ്പോഴാണ്. ഒരു ജേണിയിൽ ക്യാരക്ടർ സ്ട്രോങ് ആയി വരുമ്പോഴും ഈ POV മാറുമ്പോഴും POV ഷിഫ്റ്റ് ആവണമല്ലോ, കാരണം ഒരേ ലൈനിൽ പോകാൻ പാടില്ല. അപ്പം അങ്ങനെ കുറേ, പക്ഷെ ഇതിൽ ഒരേ ലൈനിൽ പോയത് അമ്മയുടെ ക്യാരക്ടറാണ്. കാരണം അമ്മ ഒന്നും കാണുന്നില്ല, അമ്മ ആ ഒരു ഉന്മാദത്തിലാണ്, അച്ഛൻ വന്ന സന്തോഷത്തിൽ മാത്രമാണ് അമ്മ. അപ്പോൾ ബാക്കി 2 ക്യാരക്ടേഴ്സ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു കഥ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ഒരു സീഡ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവണം, അല്ലെങ്കിൽ ആ സീഡിനൊരു ഇതില്ല എന്നുള്ളതാണ് അർത്ഥം. വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അമ്മയുടെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടായിരുന്നു? കാരണം ഓൾറെഡി ഒരു അമ്മയാണ്, പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വേറൊരു പഴയ കാലത്തേക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണമല്ലോ. അന്നത്തെ പോലത്തെ ഒരു എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഓൾറെഡി കോസ്റ്റ്യൂംസും എല്ലാം റെഡിയാക്കി വെച്ചേക്കായിരുന്നു. ഞാൻ നേരെ ചെന്നാൽ മാത്രം മതിയായിരുന്നു. അവിടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഓൾറെഡി സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടുന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ അമ്മ ക്യാരക്ടേഴ്സ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ റിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് എന്താണ് വേണ്ടതെന്നും. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഞാൻ റിച്ച് എക്സ്പെക്ട് ചെയ്തത് കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് ഈ ഒരു ക്യാരക്ടറിന് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇമോഷൻസ് ഒരുപാട് കാണിക്കാനും പറ്റില്ല. കുട്ടിയുണ്ട്, അപ്പോൾ അവനൊരു പ്രത്യാശ കൊടുക്കുന്ന സത്യം പറഞ്ഞ ഈ അമ്മയാണ്. കുട്ടി പലപ്പോഴും ഡൗൺ ആയി പോകുന്നുണ്ട്, പക്ഷെ അമ്മയും ഡൗൺ ആണ്, പക്ഷെ അത് പുറത്തോട്ട് കാണിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം കുഞ്ഞിനും വിഷമമാവും. അപ്പം അമ്മ അതാ ഒന്ന് വരണം കുഞ്ഞിനെ നോക്കുക എന്നുള്ളത്. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വരുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പം അതിലും കുഞ്ഞിനൊരു പ്രതീക്ഷ കൊടുക്കാൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഓക്കെ, അപ്പുവിന്റെ വീട്ടിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടോ? പേടിപ്പിക്കുന്ന കഥയൊന്നും അമ്മമ്മ പറഞ്ഞു തരാറില്ല, സാധാരണ കഥ. അപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ ഇങ്ങനെ തന്നെയാണോ വീട്ടിലും? ചിരിക്കാറൊന്നുമില്ല? ശരിക്കിറക്കി ഉണ്ട്. പിന്നെ ഇങ്ങനെ മസിലടിച്ചിരിക്കുന്ന മാമൻ കൂടെ ഉള്ളതാണോ? ഈ മാമൻ ഭയങ്കര പാവമാണോ ഭയങ്കര സാധനമാണോ? ഈ നമ്മൾ കണ്ട പോലെ അതെ, മാമൻ തോലുമാടനാണോ? ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടറൊക്കെ മാറുന്ന ആളാണ്. പറഞ്ഞു പഠിപ്പിച്ച് കൊണ്ടുവന്നേ കേട്ടോ, ഒന്നും പറയരുത്. ആണോ ആര്യ? മാമൻ എങ്ങനെയുണ്ട്? മാമൻ പാവമാണോ? അപ്പം കൂടെ അഭിനയിക്കാൻ നേരത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു, അത് ചെയ്യടാ ഇത് ചെയ്യടാന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ല. പിന്നെ എന്താ പറഞ്ഞു തന്നെ? ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, കറക്റ്റായി ഇങ്ങനെ ചെയ്ത് അങ്ങനെയാവും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും വഴക്ക് പറഞ്ഞു ഈ കൂട്ടത്തില്? ഷോർട്ട് ഫിലിം ചെയ്തോണ്ടിരുന്നപ്പോ ഡയറക്ടർ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? റിച്ചി ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിം ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ മെസ്സേജ് ഒക്കെ അയച്ചോ? എല്ലാരും എന്താ മെയിൻ ആയിട്ട് പറയുന്നേ? അങ്ങനെയില്ല, ഷോർട്ട് ഫിലിം നന്നായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളു, വേറൊന്നും വന്നിട്ടില്ല. സ്കൂളിലൊക്കെ ഭയങ്കര സ്റ്റാർ ആയിരിക്കുമല്ലോ. ഇപ്പൊ സ്കൂളിൽ എല്ലാവരും എന്നെ അപ്പു 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 മാത്രമേ വിളിക്കുന്നു. ആ സ്കൂളിലെ കുഞ്ഞു സ്റ്റാർ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും ഇപ്പൊ അറിയാതിരിക്കുമല്ലോ സ്കൂളില്. ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞു? അങ്ങനെ വേറെ നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെയൊക്കെ പറഞ്ഞുള്ളൂ. നമ്മുടെ തോലുമാടലിലേക്ക് വരുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ആക്ച്വലി അപ്പുവിന്റെ കളിപ്പാട്ടം പൊട്ടുന്ന സീനുണ്ട്. അപ്പൊ അത് ശരിക്കും ആരാണ് പൊട്ടിക്കുന്നുള്ളത്? അതായത് ക്യാരക്ടർ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അച്ഛൻ്റെ ഒരു വേർഷൻ ഉണ്ട്, തോലുമാടൻ. അപ്പുവിന്റെ ഒരു വേർഷനില് തോലുമാടൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും തോലുമാടനാണോ ആ കളിപ്പാട്ടം പൊട്ടിക്കുന്നത്, അതോ അച്ഛനാണോ കളിപ്പാട്ടം പൊട്ടിക്കുന്നത്? അപ്പുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് അച്ഛനാണ് പൊട്ടിക്കുന്നത്.
അപ്പോൾ അങ്ങനെയാണത് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് എഴുതിയത്. പിന്നെ ഇത് ഈ ഡോള് പൊട്ടിക്കുന്നൊരു സംഭവം എൻ്റെ ഫ്രണ്ട് സനൽ പറഞ്ഞ സജഷനാണ്. എനിക്കിത് എൻഡിങ് വേറൊരു എൻഡിങ് ആയിരുന്നു ശരിക്കും. അപ്പോൾ ഞാൻ ആ എൻഡിങ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഈ ഡോള് കൊടുത്തിട്ടുണ്ടല്ലോ അത് പൊട്ടിക്കിടക്കുന്നത് കാണുന്നു, നമുക്ക് അവിടെ എൻഡ് ചെയ്താൽ നന്നായിരിക്കും ഒരു സജഷൻ പറഞ്ഞ സനലാണ്. അപ്പോൾ അത് എനിക്ക് വർക്കായി. അപ്പോൾ അത് ആര് പൊട്ടിച്ചു എങ്ങനെയെന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അച്ഛൻ തന്നെ പൊട്ടിച്ചതാണ്. കാരണം അച്ഛൻ എന്തായാലും മകനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മകൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അച്ഛനായിട്ടേ കാണാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു എൻഡ്. അപ്പം അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചേട്ടൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല, അതായത് റിച്ചേട്ടന് എന്തോ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ വർക്ക് വഴി, അത് ഒരുപാട് പേര് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു ആ ഒരു വർക്കിൻ്റെ എസൻസ്? അത് ഈ പടത്തിൽ തന്നെ ഒരു ഡയലോഗുണ്ട്, അത് യുദ്ധം മനുഷ്യനെ മാറ്റും എന്ന് പറഞ്ഞിട്ട്. അതെ അതെ. അപ്പോൾ അതൊരു PTSD ആണ് അവൻ പറഞ്ഞു വെക്കുന്ന വിഷയം. അത് കുട്ടിയായാലും യുദ്ധത്തിന് പോയിട്ട് വന്ന അച്ഛനായാലും ഇവൻ ആ കഥകളിൽ നിന്ന് അഫക്റ്റഡ് ആണ്. അതേപോലെ തന്നെ അയാൾ യുദ്ധത്തിൽ നിന്ന് അഫക്റ്റഡ് ആണ്. അപ്പോൾ ഈ ലേയേഴ്സ് അവൻ കോർത്തിണക്കിയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ എനിക്ക് എടാ ഇതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ അവന് അതെ എന്ന് പറഞ്ഞു. അത് ഇത്രയും പേർക്ക് കിട്ടി എന്നുള്ളതിൽ. അതേപോലെ തന്നെ ഈ അവസാനത്തെ സീനിൽ അച്ഛൻ ആ ഫോട്ടോ ഇങ്ങനെ കോറി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ആ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മകൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഫോട്ടോയാണ്. ഇവൻ എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന ഫോട്ടോയാണ്. ഈ ഫോട്ടോ അച്ഛൻ കോരണമെങ്കിൽ ഇവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ അച്ഛനാണ് കിടക്കുന്നത്, വന്നേക്കുന്നത് ഞാനല്ല എന്നുള്ളത് ഇയാൾക്ക് മൈൻഡിലുണ്ട്. ആ ദേഷ്യത്തിൻ്റെ പുറത്തോ സങ്കടത്തിൻ്റെ പുറത്തോ ഇതാക്കി അതായിരിക്കാം. പക്ഷെ ഇവന് കിട്ടുന്നത് തോലുമാട ചെയ്തു. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഓഫ് വ്യൂസ് ചേരുന്നു എന്നുള്ളതാണ് അത് തീരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ ലേയേഴ്സ് അതാണ് ഇതിന്റെ രസം. ഇപ്പൊ ഈ തോലുമാടൻ എന്നുള്ളൊരു പേരില് അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ ഇപ്പൊ ചേട്ടൻ അയച്ചതെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, തോലുമാടൻ എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്, നീ ഇന്ന് കണ്ടു നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിന്റെ ആണ്, അപ്പൊ എനിക്കിത് കാണാൻ പറ്റിയില്ല, കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് എന്തോ മറ്റേ മുത്തശ്ശിക്കഥ പോലെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് കാണുന്നതിന് മുമ്പ് ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചത്. കണ്ടു തുടങ്ങിയപ്പോഴാണ് ഓക്കെ വേറെ രീതിയിൽ തന്നെ നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളും, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ തന്നെയാണ് തോലുമാടന്മാര എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ അത് പറഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. അതും അല്ല ഈ ഒരു പേരും ആ ഒരു ഇൻഡോ ചൈന വാറിന്റെ സംഭവങ്ങളെല്ലാം കൂടി ഇങ്ങനെ കണക്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു ഈ ഒരു കഥയും. എന്തായാലും ഇത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് ഇത് മെയിനായിട്ട് നമ്മുടെ പരിപാടി. അത് ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു ഫോക്ലോർ ബാക്ക് ഡ്രോപ്പിൽ നമ്മൾ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു തീരുമാനം എത്തിയപ്പോൾ തന്നെ ഈ ഒരു രണ്ട് കണക്ഷൻ ചെയ്യാം. കാരണം ചുമ്മാ ഒരു ഹൊറർ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഇറ്റ് ഫോളോസ് ഒക്കെ വേറൊരു ഇറ്റ് ഫോളോസ് എന്ന് പറഞ്ഞൊരു പടം ഒരു സംഭവം ഒരു ലെയർ ഇതേപോലെ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അത് ഹൊറർ ഫിലിമാണ്, പക്ഷെ അതിലൊരു ലെയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ അങ്ങനെ ഒരു ചുമ്മാ ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പറയുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു പരിപാടിയും കൂടി ചെയ്യാം. മെൻ്റൽ ഹെൽത്ത്, ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്താണ് മെയിനായിട്ട്. കാരണം അപ്പു അച്ഛൻ ഇവരുടെ മെൻ്റൽ ഹെൽത്താണ് നമ്മൾ മെയിനായിട്ട്. അപ്പോൾ ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ഈ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സോൾജർ, ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന ആണുങ്ങൾ, അവർ പക്ഷേ അതിന് എത്രത്തോളം അവർ മെൻ്റൽ ഹെൽത്ത് ലൂസ് ചെയ്യുന്നുണ്ട് ഒന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണല്ലോ. എസ്പെഷ്യലി PTSD ഒന്നും ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഓക്കെ അത് കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അതങ്ങനെ ഡെവലപ്പായി വന്നു. ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ എനിക്ക് റാൻഡംലി ഓരോ കാര്യങ്ങൾ സ്ട്രൈക്ക് ആവും ഈ കഥ മനസ്സിലുള്ളതുകൊണ്ട്. നമ്മൾ അങ്ങനെ ഒരു മനസ്സിലത് അങ്ങനെ ഡെവലപ്പായി വന്നതാണ് സംഭവം. അരുൺ എത്ര കിലോ കൂട്ടി അച്ഛനാവാൻ വേണ്ടി ചോദിക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ അരുൺ പറയുന്ന പോലെ നമ്മുടെ മലയാളി മങ്കീസിന്റെ ഒരു വൻ ഹിറ്റായിട്ടുള്ള നമ്മുടെ അല്ലേ, അതിന്റെ പേരെന്തായിരുന്നു, ഊമ്പലും കഞ്ഞിയും. അപ്പൊ അതിനകത്തൊരു കൊരക്കനായിട്ട് അഭിനയിച്ചതാണ്. അപ്പൊ അങ്ങനെ അഭിനയിച്ച ആള് ഞാൻ നോക്കിയപ്പോ ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആളെ ഞാൻ എവിടെ കണ്ടുണ്ടല്ലോ, പക്ഷെ എന്താ ഇങ്ങനെ വണ്ണമൊക്കെ കൂട്ടി അല്ലെ, ആ ക്യാരക്ടറിന് വേണ്ടി നല്ല ഫിസിക്കൊക്കെ ആയിട്ട് എത്ര കിലോ കൂട്ടി? കിലോ ആ സമയത്ത് കുറച്ചധികം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ലോക്കായ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് റിച്ചിനെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് പറയും, എടാ ഇനി ഭക്ഷണത്തിനൊരു ലിമിറ്റ് വയ്ക്കണ്ട അല്ലേ, കിട്ടുന്നത് മുഴുവൻ അടിച്ചു കയറ്റാ. അപ്പോൾ ആ ക്യാരക്ടറിന് അപ്പോൾ ആ ഒരു മൂഡാണ്. കാരണം എൻ്റെ അടുത്ത് ഇത് ചോദിച്ചായിരുന്നു, ലൈക്ക് ഇങ്ങനെയല്ല ചോദിച്ചത്, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം വന്നത് ഒരു
പട്ടാളക്കാരൻ്റെ ലുക്കിലില്ലല്ലോ, നിങ്ങൾ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ചിലർക്ക് അങ്ങനെ കണക്റ്റ് ആയില്ല. കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം. റിച്ചിയും ഞാനും കൂടെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ആളുകൾ എങ്ങനെയാണ് മിലിറ്ററിയിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോള് കിട്ടുന്നു, ജസ്റ്റ് പോകുന്നു. അല്ലാതെ ഫിസിക്ക് വേറെ ഒരു പരിപാടിയും നോക്കിയിട്ടല്ല പോകുന്നു. പ്ലസ് ഇയാൾക്കൊരു ട്രോമയിൽ തിരിച്ചു വരുമ്പോൾ എന്നുള്ള ഒരു സാധനം ആകുമ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് കൂട്ടണ്ടേന്നുള്ളത് ഡിസ്കസ് ചെയ്തു. പിന്നെ നല്ല ഭക്ഷണം സെറ്റിലാവുമ്പോഴും ഉള്ള ഭക്ഷണം വേസ്റ്റ് ആക്കാതെ ആ ഭക്ഷണം മുഴുവൻ കഴിക്കുക, അങ്ങനെയായിരുന്നു. അല്ലാതെ വെയിറ്റ് വയർ അപ്പൊ അത് ആ സംഭവം പിന്നെ ഭക്ഷണം കഴിച്ച് ഉണ്ടാക്കി വെയിറ്റ് കാൽക്കുലേഷൻ ഒന്നും എടുത്തില്ല. ഭക്ഷണം കിട്ടുന്നത് മുഴുവൻ വേസ്റ്റ് ആക്കാതെ കഴിക്കുക, അതായിരുന്നു സംഭവം. നമ്മുടെ വർക്കിന്റെ ഒരു പിന്നൊരു എന്താ പറയുക ബാക്ക് ബോൺ എന്ന് പറഞ്ഞ മ്യൂസിക് ആയിരിക്കും അല്ലേ? കാരണം മ്യൂസിക് ഓരോ സീനിനും കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് വേറെ തന്നെയാണ്. ദാസി അല്ലെ, വിഷ്ണുവാണ് അല്ലെ, അതും നമ്മുടെ ടീമിലുള്ള ഒരാളാണ്. അപ്പം അന്ന് ഇവിടെ ഉള്ളപ്പോഴാണ് ഇത് ചെയ്തത്. ഞാൻ പറഞ്ഞത് 2022 ഷൂട്ട് കഴിഞ്ഞു, 2022 തന്നെ ഇത് ഔട്ടും എടുത്തു. ശരിക്കും ആദ്യം റിലീസ് ആവേണ്ടിയിരുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലായിരുന്നു. നമ്മൾ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തു. പിന്നെ ആ OTT പ്ലാറ്റ്ഫോം ഇങ്ങനെ കുറച്ച് ഡേറ്റ് പറയാതെ ഇങ്ങനെ നീണ്ടുപോയി. അവരെന്തൊക്കെയോ മാനേജ്മെന്റ് ഇഷ്യൂസ് കാരണം നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ചെയ്തു. വേറെ അവിടെ കൊടുക്കാനും പറ്റത്തില്ല. കുറേ വെയിറ്റ് ചെയ്തു, 1 വർഷത്തിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തു. പിന്നെ അവർ ഡേറ്റ് പറയാതായപ്പോൾ ബാക്ക് അടിച്ചതാണ്. പിന്നെ അങ്ങനെ ഞാൻ കൃഷ്ണാന്ത് അടുത്തെത്തി. കൃഷ്ണാന്തേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു പുള്ളിയുടെ പേര് പ്രസൻസ് വെക്കാം എന്ന് പറഞ്ഞ് അതൊരു വലിയ സപ്പോർട്ടാണ്. കാരണം പുള്ളിക്കാരൻ നല്ലപോലെ സപ്പോർട്ടും ചെയ്തായിരുന്നു. അപ്പോൾ അതങ്ങനെ നമ്മൾ പിന്നെ അബീസിയിലോട്ട് എത്തി. ആകാശ് ബ്രോനെ എനിക്ക് ഓൾറെഡി അറിയാം, പ്രേംലുവിൻ്റെ എഡിറ്ററാണ്. ഗിരീഷ് ഷെഡി ടീമിൻ്റെ ചാനലാണ് അബീസി. അപ്പോൾ പുള്ളിക്ക് അത് ഓൾറെഡി കണ്ട് ഇഷ്ടപ്പെട്ട വർക്കാണ്. അപ്പോൾ പുള്ളി നമുക്ക് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിലോട്ട് എത്തിയതാണ്. ഇത് ഭയങ്കര എവിഡന്റ് ആയിട്ട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ റിച്ചേട്ടനോടാണ്. എന്നാണ് നമുക്കൊരു സിനിമ കാണാൻ സാധിക്കുന്നത്? ഈ വർഷം അതെന്തായാലും ഒരു എന്താ പറഞ്ഞ ഒരു വമ്പൻ ഹിറ്റ് തന്നെ ആയിരിക്കും എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം റിച്ചേട്ടൻ്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് മേക്കിങ്ങും ഒരു കോണ്ടന്റും എല്ലാം നമ്മൾക്ക് അതിൽ തന്നെ കിട്ടും. അപ്പം ഈ വർഷം തന്നെ ഉണ്ടാവും. അപ്പം നമ്മളും വെയിറ്റിംഗ് ആണ്. എന്തായാലും ഒരുപാട് നന്ദി, കുറേ അധികം സമയം സംസാരിക്കാൻ സാധിച്ചു. അപ്പു, ഇനി അടുത്ത വർക്കിൽ നമുക്ക് ഇതുപോലെ ഇന്റർവ്യൂ എടുക്കണം. വരുമ്പോ പറയണം കേട്ടോ, അടുത്ത വർക്കൊക്കെ വരുമ്പോഴത്തേക്കിന്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു.